ഹലോ, എല്ലാവർക്കും SCERT സമഗ്രയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, മലയാളത്തിലെ ചില പ്രധാന ആത്മകഥകളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആത്മകഥ എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ആരാണ്? ചെറുവയൽ രാമൻ. അരങ്ങ് കാണാത്ത നടൻ എന്ന പേരിൽ ആത്മകഥ എഴുതിയതോ? തിക്കോടിയൻ. കറക്റ്റ് ആൻസറാണ്. എൻ്റെ നാടുകടത്തൽ ആരുടെ ആത്മകഥയാണ്? എൻ്റെ നാടുകടത്തൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. ജീവിതപാത ആരുടെ ആത്മകഥയാണ്? ജീവിതപാത ചെറുകാട്. കറക്റ്റ് ആൻസറാണ്. എൻ്റെ വഴിത്തിരിവ് ആരുടെ ആത്മകഥയാണ്? എൻ്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. കറക്റ്റ് ആൻസറാണ്. കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ. കവിയുടെ കാൽപ്പാടുകൾ നിത്യകന്യകയെ തേടി എന്നെ തിരയുന്ന ഞാൻ. ഇത് ആരുടെ ആത്മകഥയാ? പി കുഞ്ഞിരാമൻ നായർ. കറക്റ്റ് ആൻസറാണ്. എന്നാൽ എൻ്റെ വക്കീൽ ജീവിതം അത് ആരുടെ ആത്മകഥയാ? എൻ്റെ വക്കീൽ ജീവിതം തോപ്പിൽ ബാസി. നോ, കറക്റ്റ് ആൻസർ അല്ല. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ വക്കീൽ ജീവിതം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥയുടെ പേരെന്താണ്? എൻ്റെ വക്കീൽ ജീവിതം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എതിർപ്പ്. എതിർപ്പ് എന്നുള്ളത് ആരുടെ ആത്മകഥയാ? പി കേശവദേവൻ. പി കേശവദേവ്. പി കേശവദേവ് കറക്റ്റ് ആൻസറാണ്. പി കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ്. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും ഇത് ആരുടെ ആത്മകഥയാ? കലാമണ്ഡലം കൃഷ്ണൻ നായർ. എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഒളിവിലെ ഓർമ്മകൾ ആരുടെ ആത്മകഥയാണ്? ഒളിവിലെ ഓർമ്മകൾ തോപ്പിൽ ബാസി. കറക്റ്റ് ആൻസറാണ്. ഒളിവിലെ ഓർമ്മകൾ എന്നുള്ളത് തോപ്പിൽ ബാസിയുടെ ആത്മകഥയാണ്. എതിര്. എതിര് എന്നുള്ളത് ആരുടെ ആത്മകഥയാ? എതിര് കുഞ്ഞാമൻ. കറക്റ്റ് ആൻസറാണ്. കുഞ്ഞാമനാണ് എതിര് എന്ന ആത്മകഥ എഴുതിയത്. എതിര് എന്ന ആത്മകഥ എഴുതിയത് കുഞ്ഞാമനാണ്. ഓക്കെ, നെക്സ്റ്റ് ആത്മകഥയാണ് പരൽമീൻ നീന്തുന്ന പാടം. പരൽമീൻ നീന്തുന്ന പാടം എന്ന പേരിൽ ആത്മകഥ എഴുതിയത് ആരാ? എനിക്കറിയില്ല. ഓക്കെ, CV ബാലകൃഷ്ണനാണ്. പരൽമീൻ നീന്തുന്ന പാടം എന്ന പേരിൽ ആത്മകഥ എഴുതിയത് CV ബാലകൃഷ്ണനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക്. അത് ആരുടെ ആത്മകഥയാ? അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്നുള്ളത് ആരുടെ ആത്മകഥയാണ്? ഭാരതി ഉദയഭാനു. കറക്റ്റ് ആൻസറാണ്. അടുക്കളയിൽ നിന്ന് പാർലമെൻറ്റിലേക്ക് എന്നുള്ള ആത്മകഥ എഴുതിയത് ഭാരതി ഉദയഭാനുവിൻ്റെ ആത്മകഥയാണ്. ഓക്കെ.